ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. സോക്രട്ടീസിന്റെ അരുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നോട് കൂടിയിട്ട് ഒരുപാട് പ്രചാരമേറി ഈ കഥകൾക്കൊക്കെ അല്ലേ. സോക്രട്ടീസിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടു തുടങ്ങി അല്ലേ. അപ്പോ ആ കഥ ഞാൻ കേട്ടിട്ടുള്ളത്, അതിനെ പറ്റിയിട്ട് ഞാനൊരു കേട്ടത് എന്താന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോ സോക്രട്ടീസ് രാവിലെ ഇങ്ങനെ കസേരയിട്ട് മുൻഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിനെ കാണാൻ ഒരാൾ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ കയറി വന്ന വഴിക്ക് തന്നെ വന്ന ആള് സോക്രട്ടീസിനോട് എന്താ പറയണമെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ വരുന്ന വഴി നിങ്ങളെ സുഹൃത്തിനെ പറ്റിയിട്ട് ഒരു കാര്യം കേട്ടു. അപ്പോൾ സോക്രട്ടീസ് തിരിച്ച് അയാൾ പറഞ്ഞു നിർത്തുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഞാനൊരു 3 ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ, എന്നിട്ട് മതി നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയാന്ന് പറയാണ്. അയാൾ സമ്മതിച്ചു. അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ട കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ല, സത്യമാണെന്ന് എനിക്ക് അത്ര ബോധ്യമൊന്നുമില്ല. ശരി, എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവുമോ സന്തോഷമാവുമോ ചോദിച്ചു. അല്ല, അത് അത്ര നല്ല കാര്യമൊന്നുമല്ല, അതുകൊണ്ട് അത് എന്താ പറയുക, സന്തോഷിക്കാൻ ഒരു വകയും കാണാനില്ല, വിഷമം തന്നെ ആയിരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ ചോദിക്കുകയാണ്, മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കും അത് കേട്ടിട്ട് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കാനൊന്നും ഒരു വകയും കാണാനില്ല. അപ്പോൾ ഒരു കാര്യം, 1 സത്യമാവണമെന്നില്ല നിങ്ങൾ കേട്ട കാര്യം. 2 എനിക്കോ നിങ്ങൾക്കോ എനിക്ക് തീരെ സന്തോഷിക്കാൻ പറ്റണില്ല, ഒന്നുമില്ല അതിലെന്ന് മനസ്സിലായി. മൂന്നാമത്തത്, നിങ്ങൾക്കും അത് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയാതിരിക്കുക. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു ലേശം എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണ്, വല്ല കൊടുങ്കാറ്റ് പോലെയാണ് അതിങ്ങനെ ഷെയർ ചെയ്തിട്ട് സത്യമാണെന്നില്ല, ഒരു ലേശം കിട്ടണേ ഉള്ളൂ ആൾക്കാർക്ക്, അതിങ്ങനെ പറഞ്ഞു പരത്തുകയാണെന്ന് ലോകത്തില്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു പരത്തണ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന്, ഈ കഥയെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ആർക്കും ഗുണമില്ലാത്ത കാര്യം, അത് സത്യമാവണമെന്ന് പോലും ഇല്ലാത്ത കാര്യം, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പരത്തിയും കൂടെ നടക്കുമ്പോഴേ നിങ്ങൾ ഈ കഥയൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. വളരെ വിഷമായിരിക്കും, ഇത് സത്യമല്ല ഈ അറിയാലോ, നമ്മളാണ് പറഞ്ഞു പരത്തുന്നത്. ഈ ചെയ്ത ആള് ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, ലേശം എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ഇങ്ങനെ കാട്ടുതീ പോലെ അത് പടർത്തരുത്. ദയവ് ചെയ്തിട്ട് ഈ കഥ എല്ലാവരും ഒന്ന് ഓർക്കണത് വളരെ നല്ലതായിരിക്കും.